സംസ്ഥാനത്തെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ബി.ജെ.പി, ആർ.എസ്.എസ്, സംഘപരിവാർ ശക്തികൾ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ആരോപിച്ചു. എൽ.ഡി.എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് കോങ്ങാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 48% ഉണ്ട്. മുസ്ലിമും ക്രിസ്ത്യാനിയും ചേർന്നാൽ 48%. പിന്നെ അതിൻ്റെ ഒപ്പം കമ്മ്യൂണിസ്റ്റിനെയും കൂടി അങ്ങോട്ട് കൂട്ടിയാൽ എത്ര ശതമാനമായി? ഈ കമ്മ്യൂണിസ്റ്റിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഉന്മൂലനം ചെയ്യണം എന്ന അവസരം വന്നാൽ കാത്തിരിക്കുന്ന ഈ ആർ.എസ്.എസിന്, സംഘപരിവാർ വിഭാഗത്തിന് എത്ര ലക്ഷങ്ങളെയാണ് കൊന്നൊടുക്കേണ്ടി വരിക? അതൊരു അപകടകരമായ അവസ്ഥയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ജാഥയിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നത്. 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വർഗീയ കലാപവും സംഘർഷവും ഇല്ലാതെ കേരളത്തെ നയിച്ചു. വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ മതേതര സ്വഭാവം തകരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പരിഹാരം ന്യൂനപക്ഷ വർഗീയതയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അഡ്വക്കേറ്റ് പി. എ. ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജാഥ അംഗവും സി.പി.ഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ പി. സന്തോഷ് കുമാർ എം.പി, അഡ്വക്കേറ്റ് മനയത്ത് ചന്ദ്രൻ, എൽ.ഡി.എഫ് മണ്ഡലം കൺവീനർ പി. അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കെ. ശാന്തകുമാരി എം.എൽ.എ, കെ. സലീഗ, പി. ദിവാകരൻ, കാസിം ഇരിക്കൂർ, എ. രാമസ്വാമി തുടങ്ങിയ പ്രമുഖ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു.